ഹലോ യൂട്യൂബ് ഫാമിലി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, കറണ്ട് എനർജി എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അതാണ് നോക്കാനായിട്ട് പോകുന്നത്. സോ നിങ്ങളുടെ റിലേഷനെ കുറിച്ചിട്ട് ആലോചിക്കുക, നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ആലോചിക്കുക, റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആലോചിക്കുക. കേട്ടാ? മദർ യൂണിവേഴ്സ്, എൻ്റെ വീഡിയോ കാണുന്ന വൃത്തിയായിട്ട് കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ റീഡിങ് വൃത്തിയായിട്ട് പറഞ്ഞുതരാം. ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൽ ഡിവോഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ? ഹാർട്ട് ബ്രേക്ക് സംഭവിച്ച ആൾക്കാരുണ്ടോ? ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടോ? നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എനിവേസ്, ഈ വീഡിയോ ആര് കണ്ടാലും അവർക്ക് വേണ്ടിയിട്ട് തന്നെയുള്ള വീഡിയോ ആണ്. സോ ദിസ് വീഡിയോ ഇസ് ഫോർ യു. ആൻഡ് എനർജി കണക്ട് ആവുന്നില്ല എന്ന് വെച്ചാൽ എന്താണ്, ദിസ് വീഡിയോ ഇസ് നോട്ട് ഫോർ യു. കേട്ടാ? അതനുസരിച്ചിട്ട് കാണാം. എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ സോൾ ട്രൈബ്, ഇവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാം. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എനിക്കിവിടെ കാണുന്നത് എന്താന്ന് വെച്ചാൽ, ഈ റിലേഷൻഷിപ്പ് കണ്ടോ, ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട്, അതിന്റെ ബാക്കില് 9 ഓഫ് കപ്സ് ആണ് വന്നേക്കുന്നത്, അതിന്റെ ബാക്കില് 6 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഈ റിലേഷൻഷിപ്പ് ഒരു ഡെസ്റ്റിനി ആണ് എന്നാണ്. നിങ്ങൾ വെറുതെ ആ ഒരു വ്യക്തിയെ കണ്ടതല്ല, വെറുതെ ഈ ഒരു ബന്ധം വന്ന് ചേർന്നതല്ല. ഈ ഒരു ബന്ധം എന്താണ്, ഒരു ഡെസ്റ്റിനിയാണ്. യൂണിവേഴ്സിന്റെ ഒരു കളി, അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ഒരു വിധിക്കപ്പെട്ട ഒരു ബന്ധം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയാം. ആ ഒരു പേഴ്സണെ നിങ്ങൾ വെറുതെ കണ്ടതല്ല, എന്തോ ഒരു ഡെസ്റ്റിനിയാണ് ആ ഒരു പേഴ്സണെ കണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ നിങ്ങളായത് എന്തോ ഒരു ഡെസ്റ്റിനിയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോഴും ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു ബന്ധം ഇപ്പോഴും ഇതില് ഒരു അട്രാക്ഷൻ നിലനിൽക്കുന്നുണ്ട്. അതിപ്പോഴും പോയിട്ടൊന്നുമില്ല. ഇവിടെ എനിക്ക് കാണുന്നത് മേ ബി ഒരാള് ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് ദൂരെ, കേട്ടോ, ഒരാളിപ്പോ ഒരു കാനഡ അല്ലെങ്കിൽ യൂറോപ്പിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു തണുപ്പുള്ള രാജ്യത്താവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ആള് എന്താണ്, ചൂടുള്ള രാജ്യം, അതായത് UAE അല്ലെങ്കിൽ ഖത്തറോ സൗദിയോ അങ്ങനെ ഏതെങ്കിലും ഒക്കെ കേട്ടാ, ബഹ്റിനോ ഏതെങ്കിലും ഒക്കെ ആവാം. ഇവിടെ ഒരാൾ എനിക്ക് കാണുന്നത് തണുപ്പുള്ള ഒരു സ്ഥലത്തും അടുത്ത ആളെ എനിക്ക് ചൂടുള്ള സ്ഥലത്തും കാണുന്നുണ്ട്. മേ ബി നിങ്ങളിൽ ഒരാള് എന്താണ് യൂറോപ്യൻ കൺട്രീസിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കാം. അടുത്ത ആളോ അല്ലെങ്കിൽ നിങ്ങളിൽ ഏതെങ്കിലും ഒരാള്, കേട്ടോ, എങ്ങനെയും നിങ്ങൾക്ക് എടുക്കാം. എനിക്കിവിടെ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇവിടെ ഇങ്ങനെയുള്ള കൺട്രീസിലൊക്കെ ആവാനോ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു ബന്ധത്തില് കുറച്ച് കഴിയട്ടെ എന്നുള്ള ഒരു എനർജി ഉണ്ട്, കേട്ടോ. പെട്ടെന്ന് ചിലപ്പോൾ എന്തെങ്കിലും പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായതായിരിക്കാം, പെട്ടെന്ന് ഒരു വഴക്കൊക്കെ ഉണ്ടായിട്ട് റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയിപ്പോയതും ഒക്കെ ആവാം. ഇവിടെ എനിക്ക് കാണുന്നത് ഈ ബന്ധത്തില് ഒരുപാട് നെഗറ്റിവിറ്റി, ബ്ലോക്കേജസ് ഉണ്ട്. ആ ഒരു ബ്ലോക്കേജസ് അങ്ങോട്ട് മാറുന്നില്ല, വീണ്ടും വീണ്ടും ഡിലേ ആണ്. എന്തൊക്കെ ചെയ്യാൻ നോക്കിയിട്ടും വീണ്ടും 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 താമസമാണ്, വീണ്ടും 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 ഫ്രസ്ട്രേഷൻ അല്ലെ, പിടിച്ചു വെക്കുക, ഇമോഷൻസ് സപ്രസ് ചെയ്യുക, വെയിറ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്ത് പതുക്കെ പതുക്കെ പോവുക. നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി പോലും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇൻ കേസ് കിട്ടിയാലും അതെല്ലാം മിസ്സായി പോവുക, ഒരു എനർജി ഇല്ലാത്ത, ഒരു കമ്മിറ്റ്മെന്റ് കിട്ടാതിരിക്കുക, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെയൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരാൾ സ്വന്തമായിട്ട് കുറ്റപ്പെടുത്തി തന്നെ കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ തെറ്റാണോ ഇനിയെല്ലാം, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നുക, കേട്ടോ. മെന്റാലിറ്റി, വിക്ടിം മെന്റാലിറ്റി ഒക്കെ കാണുന്നുണ്ട്. ഒറ്റപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഒരാഞ്ഞിട്ട് മേ ബി ഇതൊരു മാരീഡ് റിലേഷൻഷിപ്പ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഡിവോഴ്സ്ഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പോ, അല്ലെങ്കിൽ നിങ്ങൾ ലിവിങ് ടുഗദർ ആയിട്ട് ഇരുന്നിട്ട് ബ്രേക്കപ്പ് ആയ ആൾക്കാരായിരിക്കാം. ഇവിടെ എന്തായാലും എനിക്ക് അങ്ങനെ ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് വരെ എത്തിയ ബന്ധം, അല്ലെങ്കിൽ മാരേജ് പോലെ തന്നെ ആയ ഒരു ബന്ധം, അല്ലെങ്കിൽ മാരേജ് നിങ്ങൾ സ്വപ്നം കണ്ട ഒരു ബന്ധം ഒക്കെ ആയി പോവാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കല്യാണം കഴിക്കേണ്ടി വന്നിട്ടുണ്ടാവാം.
ഇവിടെ എനിക്ക് അങ്ങനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു എക്സ്ട്രാ മറിറ്റൽ റിലേഷൻഷിപ്പ് പോലും ആവാം. എന്തായാലും നിങ്ങളുടെ ആള് ഇവിടെ എനിക്ക് മെയിൽ എനർജി കാണിക്കുന്നത്, മെയിൽ എനർജി ചിലപ്പോൾ നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ ഒരാള് ഒക്കെ കേട്ടാ ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇവിടെ എനിക്ക് മെയിൽ എനർജി കാണിക്കുന്നത് പുള്ളി വിട്ട് പോവില്ലാത്തൊരു മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്. ഇനി അദ്ദേഹം തന്നെയാണോ ഇരുന്ന് കാണുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ കേട്ടാ. അപ്പൊ ഈ റിലേഷൻഷിപ്പിന്റെ ഒരു സിറ്റുവേഷൻ പോകുന്നത് നോക്കുമ്പോ ഇതൊരു ഡെസ്റ്റിനി ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഇതിൻ്റെ അകത്ത് അട്രാക്ഷൻ പോയിട്ടില്ല. കുറച്ച് കഴിഞ്ഞ് ഹീലാവുന്ന, നിങ്ങളൊന്ന് എഫേർട്ട് ഇട്ടാൽ ഫ്രൂട്ട്ഫുൾ ആകുന്ന റിലേഷൻഷിപ്പാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഇമോഷണൽ ബാഗേജസ് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്, ഒരുപാട് ബ്ലോക്കേജസ് ഉണ്ട്. മേ ബി ഫാമിലി സപ്പോർട്ട് കുറവായിരിക്കാം. ചില ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ഫാമിലി സപ്പോർട്ട് ചെയ്യും, അടുത്ത ആൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് കാണുന്നുണ്ട്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അവസാനിക്കും. പക്ഷെ കുറച്ച് സമയം കൊടുക്കണം. മേ ബി 1 year ആയിരിക്കാം, 2 years ആയിരിക്കാം, 3 years ആയിരിക്കാം, മേ ബി കേട്ടോ. ഈ റിലേഷൻഷിപ്പിന് കുറച്ച് ടൈം കൊടുത്താൽ ഹീലാവുന്ന റിലേഷൻഷിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താ പറയാ, വീഡിയോ യൂസ്ഫുൾ ആയെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എന്തെങ്കിലും കൂടെ ഇതിൽ നിന്നൊരു ക്ലൂ എടുക്കാനായിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കാര്യം ഞാനിപ്പോ ക്ലൂസ്, ഞാൻ ട്രാവലിംഗ് ആയിരുന്നത് കൊണ്ട് ക്ലൂസ് ഇപ്പോ ട്രെയിനിൽ കയറി വന്നുകൊണ്ടിരിക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രെയിനിലെത്തി, അത് എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ അത് എടുത്തിട്ട് വേണം എനിക്ക് ക്ലൂസ് ഒക്കെ എടുക്കാനായിട്ട്. ഞാനിപ്പോ എന്തായാലും വേറെ ഏതെങ്കിലും കാർഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ക്ലൂ തരാം കേട്ടാ. മദർ യൂണിവേഴ്സ്, എൻ്റെ ഒരു റീഡിംഗ് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ക്ലൂ. ഓക്കെ, എനിക്കിവിടെ സോൾമേറ്റ്സ് എന്ന് കാണിക്കുന്നുണ്ട്, ഫീനിക്സ് എന്ന് വന്നിട്ടുണ്ട്, അതുപോലെ പാരഡൈസ്. ഇത്രയാണ് എനിക്ക് ക്ലൂസ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഇവിടെ ഇപ്പോ നിങ്ങൾ തമ്മിലുള്ളത് ഒരു, സോറി കേട്ടോ, ഇവിടെ ഞാൻ പറഞ്ഞത് സോൾമേറ്റ്സിന്റെ കാർഡ് വന്നിട്ടുണ്ട്, ഫീനിക്സ് വന്നിട്ടുണ്ട്, അതുപോലെ പാരഡൈസ് വന്നിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, മേ ബി നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനോ, ഒരു കാർമിക് കണക്ഷനോ, ഒരു സോൾ കണക്ഷനോ, ഒരു സോൾ കോൺട്രാക്റ്റോ ഒക്കെ ഉണ്ടാവാം. അതായത് നിങ്ങൾ തമ്മിലുള്ളത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാം എന്ന് സാരം. ഫിസിക്കൽ ഇന്റിമസി ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ ഇവിടെ ഫീനിക്സ് എന്ന് വന്നിട്ടുണ്ട്. അതായത് ഒരു ന്യൂ ഫേസ് ആൻഡ് റീകൈൻഡിൽ, റിന്യൂ ആൻഡ് ഗ്രോത്ത്, ചേഞ്ച്ഡ് മൈൻഡ്, റൈസ് ഫ്രം ആഷസ്. അപ്പൊ എനിക്ക് ഇവിടെ കാണുന്നത് എന്താന്ന് വെച്ചാൽ, ഈ റിലേഷൻഷിപ്പ് എത്രയൊരു ബ്രോക്കൺ ആയിട്ട് മാറിയാലും അവസാനം ഈ നമ്മൾ പറയില്ലേ, ചില ആൾക്കാര് അല്ലെ ചില സിറ്റുവേഷൻസിൽ എത്രത്തോളം നമ്മളെ താഴ്ത്തിക്കെട്ടി, അല്ലെങ്കിൽ എത്രത്തോളം ഒരു കരിച്ചു കളഞ്ഞാലും അതിന്റെ ആശസ്സിന്ന്, ആ ചാരത്തിന്ന് ഉയർത്തെണ്ണീച്ചു വരിക എന്നൊക്കെ പറയില്ലേ, ആ ഒരു സിറ്റുവേഷൻ ആണ്. മേ ബി റിലേഷൻഷിപ്പ് അങ്ങ് അവസാനിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ഫീല് നിങ്ങൾക്ക് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരിക്കലും ഇനി സാധ്യതയില്ല എന്നൊരു ഫീലും വരുന്നുണ്ടാവും. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് റീകോൺസിലിയേഷന് പോസിബിലിറ്റി ഉള്ള ബന്ധമാണ് കേട്ടോ. കൂടുതലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഞാൻ ഈ കാണിക്കുന്ന നമ്പേഴ്സിൽ എൻക്വയർ ചെയ്യുക. ഫസ്റ്റ് നമ്പറാണ് മോഡറേറ്ററിന്റെ നമ്പറാണ്. പുള്ളിക്കാരിയെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് നല്ലത്. എൻ്റെ റിപ്ലൈ കിട്ടാൻ പാടാണ്, പെട്ടെന്ന് കിട്ടില്ല. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നതാണ്. നിങ്ങൾ പുതിയ ആൾക്കാർ മാത്രമല്ല, ഉള്ള ക്ലയൻസും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പാടാം. അതുകൊണ്ട് മോഡറേറ്ററെ കോണ്ടാക്ട് ചെയ്താൽ പുള്ളിക്കാരി ഗൈഡൻസ് ചെയ്തു തരും. പിന്നെ ഇവിടെ എനിക്ക് പാരഡൈസ് വന്നിട്ടുണ്ട്. ഹാപ്പിനെസ് ആൻഡ് ജോയ്, പ്ലേഫുൾനെസ്, എൻജോയിങ് ഈച്ച് അതർ, ഹണിമൂൺ ഫേസ്. സോ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് സെറ്റിൽമെന്റ്, റിക്കോൺസിലിയേഷൻ അതെനിക്ക് കാണുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂസ് കേട്ടാ. അപ്പൊ നിങ്ങളായിട്ട് മേ ബി ഹണിമൂണിനൊക്കെ പോയിട്ടുള്ള നിങ്ങളുടെ ഹസ്ബൻഡ്, ഞാൻ ഇവിടെ പറഞ്ഞിരുന്നല്ലോ ഹണിമൂൺ, ഒരുപാട് എനിക്ക് മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള വൈബ്സ് വരുന്നുണ്ട്. അതായത് ഇത് ഡിവോഴ്സ്ഡ് ആയിട്ടൊക്കെ ഉള്ളവർക്ക് ഒരുപാട് റെസനേറ്റ് ആവും. അതുപോലെ ഒരു മാരേജ് പോലെ തന്നെ വന്നിട്ട് പോയ റിലേഷൻഷിപ്പോ, അല്ലെ അതുപോലുള്ള കൈൻഡ് ഓഫ് ലിവിങ് ടുഗദറോ, ഇപ്പോഴൊക്കെ ലീഗലായിട്ടുള്ള ലിവിങ് ടുഗദർ റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ റെസനേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. റെസനേറ്റ് ആയാൽ വീഡിയോയിൽ എന്താണ് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. താങ്ക് യു സോ മച്ച്. യൂണിവേഴ്സ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം കേട്ടോ. സോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.